ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മൈനാഗപ്പള്ളിയിലെ വാഹനാപകടം. അജ്മലും ശ്രീകുട്ടിയുമാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, അതായത് ഒരു ശരീരത്തിലൂടെ ഒരിക്കൽ വാഹനം കയറ്റി പിന്നീട് രക്ഷപ്പെടാനെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതും ആ ശരീരത്തിലേക്ക് വാഹനം ഇടിച്ച് കയറ്റുന്നു. ആ കുഞ്ഞുമോൾ എന്ന് പറയുന്ന 45 വയസ്സുള്ള അർബുദ രോഗിയാണ്, അവർ മരിക്കുന്നു. ഇതുപോലൊരു പ്രമാദമായ കേസ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നതാണ്. അപ്പോൾ കൊല്ലപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു IAS ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഫ ഫിറോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമാണ് ആ കേസിലെ പ്രതികൾ. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ശ്രീകുട്ടി പറയുന്നത്, പോലീസ് പറയുന്നു ഇവർ മദ്യലഹരിയിലാണ് എന്നുള്ളത്. ശ്രീകുട്ടി ഒരു ഡോക്ടറാണ്. മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ കടമയുള്ള ഒരാളാണ് ഡോക്ടർ. ഇപ്പോൾ പറയുന്നത് ഞാനല്ല വാഹനം ഓടിച്ചത്, കൂടെ ഉണ്ടായിരുന്ന അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇയാളെ പരിചയപ്പെട്ടിട്ട് 6 മാസം എങ്ങാണ്ടേ ആയിട്ടുള്ളൂ. ഈ 6 മാസത്തിനിടയ്ക്ക് 20 ലക്ഷം രൂപ, സ്വർണ്ണാഭരണം, 2 വാഹനം, ഇതൊക്കെ ഈ പെൺകുട്ടി ഇയാൾക്ക് കൊടുത്തു. ഇയാളൊരു ലഹരിക്ക് അടിമയാണ്. ഈ പെൺകുട്ടിക്കും അങ്ങനെ തന്നെയാണ്. ഇവർ താമസ സ്ഥലത്ത് നിന്നും നിരവധി ലഹരി പദാർത്ഥങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി മാപ്പ് സാക്ഷിയാകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ള വക്കീൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു നരഹത്യ നടത്തിയ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നടത്തിയ, ഈ ലഹരി ഉപയോഗം വളരെ കൂടുതൽ എന്ന് പറയുന്നത് ലഹരി മാഫിയ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കേസുകളിൽ മാപ്പ് സാക്ഷിയായി ഈസിയായി ഊരി വരാൻ കഴിയുമോ? ഇതിനകത്ത് ഈ മാപ്പ് സാക്ഷിയായി ശ്രീകുട്ടി മാപ്പ് സാക്ഷിയായി വരുമോ എന്നുള്ളതിനെക്കാട്ടി കൗതുകം ഉണർത്തുന്നത്, ഇതിന് ഏകദേശം സമാനമായ സംഭവമാണ് തിരുവനന്തപുരത്ത്. ഇതിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാധാരണ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെങ്കിൽ അതിലൊരു IAS ഓഫീസറായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇതിൽ വിവാഹമോചിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു ഭാര്യയാണ്, ഒരു കുട്ടിയുടെ അമ്മയാണെങ്കിൽ അതിനകത്തൊരു വിദേശ മലയാളിയുടെ ഭാര്യയായിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതിനകത്തുള്ള വ്യത്യാസം. രണ്ടുപേരും ഈ 2 സംഭവങ്ങളിലും, തിരുവനന്തപുരം സംഭവങ്ങളിലും മൈനാഗപ്പള്ളി സംഭവങ്ങളിലും എല്ലാം രണ്ടുപേരും അമിതമായി മദ്യപിച്ചിരുന്നു. അമിതമായി ഇപ്പോൾ ഈ കേസിനകത്ത് രാസലായനിയും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ടും കേൾക്കുന്നുണ്ട്. ഇതിനകത്തിലുള്ളൊരു പ്രധാന പ്രശ്നം, ഇതിനകത്തിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് പലപ്പോഴും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഇപ്പം ഇത് നമ്മുടെ കേരളത്തിലെ അടുത്ത സമയത്തായിട്ട് കുടുംബ ബന്ധങ്ങളിൽ കാണുന്ന ഒരു വല്ലാത്ത ഒരു ശൈഥില്യമാണ് ഇതിന് പ്രകടമായി കാണുന്നത്. കാരണം ഇത് പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇത് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങേണ്ട ഒരു നവീകരണ പ്രക്രിയയാണിത്. അതിലേക്ക് പലപ്പോഴും വഴിവെക്കുന്നില്ല. ഇപ്പം ഈ 2 സംഭവങ്ങളിലും ആദ്യത്തെ തിരുവനന്തപുരം സംഭവത്തിലും അദ്ദേഹത്തിന് ഒരു ഭർത്താവുണ്ട്, ആ സ്ത്രീക്ക് ഒരു ഭർത്താവുണ്ട്, ഇതിലും ഒരു ഭർത്താവുണ്ട്. അത് വിവാഹമോചനമോ അല്ലെങ്കിൽ ഡൈവോഴ്സിലേക്ക് വക്കിലെത്തിയോ എന്നുള്ളതിനേക്കാട്ടിലുപരിയായിട്ട് എപ്പോഴും ഇതിനകത്തിൽ പ്രധാനമായ എനിക്ക് തോന്നുന്ന ഒരു കൗതുകം, ഒരു കാമുകി പലപ്പോഴും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളതിനേക്കാട്ടിലൊരു അതിതീവ്രമായ ബന്ധമാണ് ഈ കാമുകിയും കാമുകനും തമ്മിൽ. ഇപ്പോൾ ഒരു അച്ഛൻ ചെറുപ്പത്തിൽ താലോലിച്ച് വളർത്തി വലുതാക്കി 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അച്ഛനോട് ഭയങ്കരമായ സ്നേഹവും വാത്സല്യവും ഒക്കെയുള്ള, അച്ഛന് തികച്ചു വാത്സല്യവുമൊക്കെയുള്ള ഒരു മകൾ, ഒരു പിന്നെ വീട്ടുകാരെ ഉറപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിൽ പ്രണയവിവാഹമാണെങ്കിലും ഒരുപാട് കാലം കൈകൾ പിടിച്ച് ചേർന്ന് റോഡിൻ്റെ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പോലും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, റോഡ് കുറുക്കെ കിടക്കുമ്പോൾ കൈക്ക് പിടിച്ച് ക്രോസ് ചെയ്യുന്ന വരെ. പക്ഷേ അതുപോലെ തന്നെ ഒരു നല്ല സഹോദരൻ്റെ ഒരു സഹോദരി, ഒരു പെൺകുട്ടി, ഇവരൊക്കെ ഒരു കാമുകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരുടെയൊക്കെ ഭാവങ്ങൾ അങ്ങ് മാറുകയാണ്. ഇവരൊക്കെ പിന്നീട് ഒരു കാമുകൻ, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കാമുകയാവുന്നതോടെ അവരുടെ കംപ്ലീറ്റ് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ അങ്ങ് വ്യത്യാസം വരികയാണ്. അതാണ് ഈ അടുത്ത സമയത്തായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. പലപ്പോഴും നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് ഇതിനെയൊക്കെ കാണുന്നെങ്കിലും ഇതുപോലെ തന്നെ ഇതിപ്പോൾ മീഡിയ ഹൈപ്പ് കിട്ടിയതുകൊണ്ട് ഇത് മുൻപന്തിയിലെത്തിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നിയമപരമായ കാര്യത്തെക്കാട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്തിലെ മറ്റ് സാമൂഹ്യ വശമാണ്. ഈ ഒരു പെൺകുട്ടി ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ഭർത്താവിന് അഗാധമായ സ്നേഹം കാണും. പക്ഷേ ഈ ഭർത്താവ് ഭാര്യയോട് കാണിക്കുന്നതിനേക്കാട്ടി കൂടുതൽ വികാരപരമായ തീവ്രത കാണിക്കുന്നത് കാമുകനാണ്. അതെല്ലാ കാമുകന്മാരും അങ്ങനെ തന്നെയാണ്.
ഒരു കാമുകൻ മാത്രമല്ല, ഈ ശ്രീകുട്ടിയുടെ കാമുകനോ അല്ലെ ബഫയുടെ കാമുകനോ മാത്രമല്ല, എല്ലാ കാമുകന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എൻ്റേതല്ലാത്തൊരു മുതലാണ്. ഞാനത് അപഹരിച്ച് ഞാൻ എൻ്റെ കസ്റ്റോഡിയനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ മുതൽ എൻ്റെ കയ്യിൽ തന്നെ നിലനിർത്തണം എന്നുള്ള സ്വാർത്ഥത എവിടുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആ സ്വാർത്ഥത ഉള്ളിടത്തോളം കാരണം ഈ കാമുകിക്ക് വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള സാഹസങ്ങൾ വേണമെങ്കിലും ഈ കാമുകൻ കാട്ടിക്കൂട്ടും. അത് വേണമെങ്കിൽ ലഹരി ഉപയോഗമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ക്രിമിനൽ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഈ കാമുകിക്ക് വേണ്ടി ഈ കാമുകൻ തരപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനകത്തിൽ ഈ ശ്രീകുട്ടിയും ഈ അജ്മലും ഈ കേസിൽ ഈക്വലി റെസ്പോൺസിബിളാണ്. വാഹനം ഓടിച്ചിരുന്നത് ഈ അജ്മലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ അജ്മലിനെ മാത്രം സമൂഹം ഇതിനകത്ത് പഴിക്കുന്നതിനകത്ത് കാര്യമില്ല. ഇതിനകത്തിൽ തുല്യ പങ്കാളിത്തം, ഈ കുറ്റകൃത്യത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട്. കാരണം അജ്മൽ എന്ന് പറയുന്ന ഒരാൾ സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത, ലഹരി മാഫിയ ബന്ധങ്ങളുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെങ്കിൽ ഇതൊരു ഡോക്ടറാണ്. അവരുടെ ബിരുദത്തെ സംബന്ധിച്ചൊക്കെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് നമ്മുടെ സാമാന്യ യുക്തിക്ക് വലിയ കരുനാഗപ്പള്ളിയിൽ ഒരു നല്ല ഹോസ്പിറ്റൽ അവർക്ക് ജോലി കൊടുത്തു, അവരെ അപ്പോൾ എന്തായാലും അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പലപ്പോഴും ഒരു ഡോക്ടർ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം കാണിക്കുകയും തന്നെയല്ല അവരുടെ പൂർവ്വകാല പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്തിൽ ഒരു മാപ്പുസാക്ഷിയായി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിയമപരമായ പരിരക്ഷ ഈ സ്ത്രീക്ക് ഒട്ടും അർഹതപ്പെട്ടതല്ല. ഈ സ്ത്രീയും ഈ വാഹനം ഓടിച്ചിരുന്ന പുരുഷനോടൊപ്പം തന്നെ തുല്യ പങ്കാളിത്തത്തിന് അല്ലെങ്കിൽ തുല്യമായ അതിനകത്തിൽ ലീഗലിയുള്ള അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ സമൂഹ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടുപേരും തുല്യ പങ്കാളിത്തം ഉള്ളവരാണ് ഈ കുറ്റകൃത്യത്തിൽ. തന്നെയല്ല അവരുടെ താമസിച്ചിരുന്നിടത്തുനിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയെന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ഉപയോഗിക്കുന്ന മെത്തേഡ്സും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഒരു നല്ല വക്കീൽ വാദിച്ചാൽ ഏത് പ്രതിയും ഈസിയായി പുറത്തിറങ്ങും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സാധാരണക്കാർ. ലക്ഷങ്ങൾ ചിലവാക്കി ഒരു നല്ല വക്കീലുണ്ട് എങ്കിൽ ഈസിയായി ഞാൻ പുറത്തിറങ്ങും എന്ന് പറഞ്ഞ് കേൾക്കുന്നവർ പലരുമുണ്ട്. അപ്പോൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് കോടതിയിൽ വക്കീലിനെ വയ്ക്കുന്നു, വക്കീൽ തലങ്ങും വിലങ്ങും വാദിച്ച് ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരാളെ പുറത്തു കൊണ്ടുവരുന്നു. ഇത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പക്ഷെ കോടതിയെ സംബന്ധിച്ചുള്ള തെളിവുകളും വക്കീലിൻ്റെ നാക്കുമാണ് അവിടെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ വക്കീൽ എങ്ങനെയാണോ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണോ പ്രതിക്ക് വേണ്ടി വാദിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ കോടതിയിൽ എന്താണ് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്? അല്ല, ഇതിനകത്തിൽ വക്കീലിൻ്റെ നാക്കല്ല, വക്കീലിൻ്റെ ഈ നിയമത്തിലുള്ള അപാര പാണ്ഡിത്യം അല്ലെങ്കിൽ ആ കേസ് നടത്തിപ്പിലെ ഉള്ള കൃത്യമായ ഒരു ഇടപെടൽ ഒരു പ്രശസ്തനായ പ്രതികളായിരിക്കുന്നവരെ രക്ഷിക്കാൻ ഒരു കുറച്ച് ബുദ്ധിയുടെ വേണ്ടി വക്കീലന്മാർ ഇല്ല. അതല്ല, പലപ്പോഴും നമ്മുടെ പ്രോസിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ പാളിച്ചകളാണ് പലപ്പോഴും പല കേസുകളിലും പ്രതികൾക്ക് ഗുണകരമാകുന്നത്. ഇപ്പോൾ ഗോവിന്ദസ്വാമി പ്രതിയായ കേസിനകത്തിൽ പോലും അതിനകത്തിൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ പോയി ആ കേസിനകത്തിൽ പ്രതിക്ക് ഗുണകരമായ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ആ കേസിനകത്തിലെ പ്രോസിക്യൂഷൻ്റെ ഒരു പരാജയമാണ്. പലപ്പോഴും പ്രോസിക്യൂഷൻ ഒരു ചെയിൻ ഓഫ് എവിഡൻസാണ്, ഒരു പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട കണ്ണികളാണ് പ്രോസിക്യൂഷൻ എവിഡൻസ്. ആ കണ്ണികൾ തമ്മിലുള്ള ഇഴച്ചേർച്ചയിലെ വ്യത്യാസം പലപ്പോഴും അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ഈ കേസിൽ മിടുക്കനായ സമർത്ഥനായ ഒരു അഭിഭാഷകൻ്റെ കിട്ടുമ്പോൾ ആ സമർത്ഥനായ അഭിഭാഷകൻ അത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയായി കോടതിയിൽ പലപ്പോഴും സമർത്ഥിക്കാൻ കഴിയുകയും കേസിൽ നന്നായി സാക്ഷികളെ വിസ്തരിച്ച് ശരിയും തെറ്റും കോടതിയെ ബോധ്യപ്പെടുത്താനും പറ്റും. ഒരിക്കലും ഒരു കേസിനകത്ത് നമ്മളിപ്പം ഒരു കേസിൽ പോലീസ് ഒരു പ്രതിയെ ഒരാളിനെ കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെട്ടതുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾ പ്രതിയാകുന്നില്ല. മറിച്ച് ഈ പോലീസ് സത്യസന്ധമായി കേസ് അന്വേഷിച്ച് സത്യസന്ധമായി ചാർജ് ഷീറ്റ് കൊടുത്ത് യഥാവിധി ട്രയൽ നടത്തുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു കേസിനകത്തിൽ പ്രതിയാണ് എന്ന് കോടതിക്ക് ബോധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യമാവുള്ളൂ. അതിന് വക്കീലിനെ പഴിച്ചിട്ടോ
ജുഡീഷ്യൽ സിസ്റ്റത്തെ പഠിച്ചിട്ടോ കാര്യമില്ല. ഇതിനകത്ത് പ്രോസിക്യൂഷനാണ് യഥാർത്ഥത്തിൽ കൃത്യമായി കേസ് കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ്. അവസാനമായൊരു ചോദ്യം കൂടി. ശ്രീകുട്ടി ഈ കേസിൽ കുറ്റക്കാരി ആയി ഇപ്പോൾ മാപ്പുസാക്ഷി അല്ലാതെ പ്രതിയായി വരാനുള്ള സാധ്യതയുണ്ടോ? ശ്രീകുട്ടി ഇപ്പം തന്നെ നിലവിൽ പ്രതിയാണല്ലോ. ശ്രീകുട്ടി നിലവിൽ പ്രതിയാണ്. പിന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, പഴുതുകളിൽ കൂടെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പഴുതുകൾ കൂടി ഇപ്പം അവർ ഇപ്പം ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചുള്ള വാർത്തയാണ്, അവർ ഇയാൾ നിർബന്ധിച്ച് മദ്യപിച്ചു എന്നൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത്. ഇപ്പം ഏത് ഇത്തരത്തിൽപ്പെട്ട പുരുഷനും സ്ത്രീയും കൂടി ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് പുരുഷനൊരു അബദ്ധം പറ്റിയാൽ ഏത് സ്ത്രീയും ഇത് തന്നെ പറയത്തുള്ളൂ. ഞാൻ സ്ത്രീ വിദ്വേഷിയല്ല, പക്ഷേ പറയുന്നത് അത് തന്നെയായിരിക്കും. കാരണം അവരെല്ലാം വാഹനം ഓടിച്ചിരുന്നത് അവരല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ കേസിനകത്ത് തന്നെ വഫയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് പറയുന്നവരും ഉണ്ട്. പക്ഷേ അതിനകത്തിൽ അത് അമിക്കബിളി അതങ്ങ് സെറ്റിൽഡായതിനു ശേഷം പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തു. ഒരു ചാർജ് അങ്ങ് കോടതിയിൽ ആർക്കും പിണക്കവും ഇല്ലാത്ത രീതിയിൽ ചാർജ്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകനായാണ് കൊല്ലപ്പെട്ടതെന്നുള്ള ചാർജ് കൊടുത്തു. പക്ഷേ ഈ കേസിനകത്തിൽ പിന്നെ ഈ പബ്ലിക്ക് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതിനകത്തിൽ അജ്മലാണ് വണ്ടി ഓടിച്ചതെന്നുള്ളത്. പക്ഷേ ഇത്തരം കേസുകളിലെല്ലാം സ്ത്രീകൾ എടുക്കുന്ന ഒരു ഡിഫൻസാണ് ഈ പറയുന്ന എൻ്റെ സ്വർണവും പണവും എല്ലാം എൻ്റെ കാമുകന്. എന്തിനീ കാമുകന് കൊടുത്തു? എൻ്റെ സ്വർണ്ണം, എൻ്റെ 18 ലക്ഷം രൂപ പോയി, എൻ്റെ സ്വർണം പോയി, എൻ്റെ ജീവിതം പോയി, എന്നെ അമിതമായി മദ്യപിപ്പിച്ചു, എനിക്ക് മയക്കുമരുന്ന് തന്നു എന്നൊക്കെ നാളെ പറയും. ഞാൻ ചോദിക്കട്ടെ, നമ്മളിത് സ്വയം ചിന്തിക്കണം. ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മകൾ, ഒരു ഭർത്താവ് ഉണ്ടായിരുന്ന സ്ത്രീ, അവർക്കിതിൻ്റെ വല്ല കാര്യമുണ്ടോ? അവരെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്യുന്നു. അവർക്കവിടെ വരുന്ന സ്വസ്ഥമായി ജോലി ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ ദുര്യോഗം വല്ലതും ഉണ്ടാകുമായിരുന്നു. അപ്പം ഇത് പുരുഷനെ കുറ്റപ്പെടുത്താനോ സ്ത്രീയെ കുറ്റപ്പെടുത്താനോ അല്ല, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും മനമര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ശ്രീകുട്ടി ജയിലിലേക്കാണോ പുറത്തേക്കാണോ എന്നുള്ളത്. ശ്രീകുട്ടിക്ക് ജാമ്യമൊക്കെ കിട്ടും, ജയിൽ പുറത്തിറങ്ങും. കഷായ ഗ്രീഷ്മ ഇറങ്ങിയ സ്ഥിതിക്ക് ശ്രീകുട്ടി തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും ഇപ്പോൾ ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നത്, ഒരു പ്രതിയെ ജാമ്യം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഏത് കേസാണെങ്കിലും എത്ര ഗുരുതരമായ കുറ്റകൃത്യമാണെങ്കിലും പ്രതിക്ക് ജാമ്യം കൊടുക്കണം. കാരണം പ്രതിയുടെ അവകാശമാണ് ജാമ്യം. പിന്നെ അതിനകത്ത് കണ്ടീഷൻ, കോടതി പലപ്പോഴും കണ്ടീഷൻസ് വെക്കുമല്ലോ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയാൽ പ്രതി പ്രശ്നമില്ല. പക്ഷേ ഒരിക്കലും ഒരു കുറ്റം അത് ഏത് കേസിലാണെങ്കിൽ പോലും, കാരണം പാർലമെൻറ്റ് ആക്രമണ കേസിൻ്റെ പ്രതി അജ്മൽ കസബിന് വേണ്ടി വിചാരണ നീട്ടിവെച്ച നമ്മുടെ മഹത്തായ രാജ്യമാണ് ഇന്ത്യ. പലപ്പോഴും ഒരു പ്രതി, അയാൾ ആ പാർലമെൻറ്റ് അക്രമ കേസിലെ പ്രതി ആയിക്കോട്ടെ, അയാൾ കൊലപാതക കേസിലെ പ്രതി ആയിക്കോട്ടെ, ഏത് കേസിലെ പ്രതി ആയാലും അയാൾക്ക് നീതി കൊടുക്കുക എന്നുള്ളത് വാദിക്ക് മാത്രമല്ല അവകാശം, പ്രതിക്കും പ്രതിയുടേതായ അവകാശങ്ങളുണ്ട്. അത് പലതവണ സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒക്കെ തന്നെ പലതവണ അതിനെപ്പറ്റി വളരെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.